നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം രണ്ടാം മാസത്തിലേക്ക് കടന്നതോടെ ഇറാന്റെ പ്രധാന എണ്ണ സ്രോതസ്സുകൾ പിടിച്ചെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ദ്വീപ് സൈനിക നീക്കത്തിലൂടെ കൈയടക്കാനാണ് US ആലോചിക്കുന്നതെന്ന സൂചന ട്രംപ് നൽകി കഴിഞ്ഞു. ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാനെ പ്രേരിപ്പിക്കുന്നതിനായി ഈ ദ്വീപിന്മേൽ ഉപരോധം ഏർപ്പെടുത്താനോ അധിനിവേശം നടത്താനോ ആണ് അമേരിക്കയുടെ പദ്ധതി. ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ. പശ്ചിമേഷ്യയിലെ യുദ്ധം രണ്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന നിർണായക ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പ്രധാന എണ്ണ സ്രോതസ്സുകൾ ലക്ഷ്യമിടുന്നുവെന്ന സൂചന നൽകിയത് സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല. സമാധാനം, ചർച്ച, നയതന്ത്രം എന്നീ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ശക്തി പ്രകടനത്തിലൂടെയാണ് അമേരിക്കയുടെ താൽപര്യങ്ങൾ ഉറപ്പാക്കേണ്ടതെന്ന നിലപാടിലേക്ക് ട്രംപ് വീണ്ടും വഴിമാറുന്നുവെന്നതാണ് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ജീവധാരയായ ഖാർഗ് ദ്വീപിനെ സൈനികമായി പിടിച്ചെടുക്കാമെന്ന സൂചന ചർച്ചകൾക്കായുള്ള സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്നതിലുപരി ആഗോള എണ്ണ വിപണിയെയും ഭൂരാജ്യതന്ത്ര തുല്യതയും നിയന്ത്രിക്കാനുള്ള നീക്കമായും കാണേണ്ടതാണ്. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നും അങ്ങനെ വേണ്ടുന്ന പക്ഷം US മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കാൻ കഴിയുമെന്നും എന്നാൽ അത്തരമൊരു നീക്കത്തിന് അവിടെ ദീർഘകാല സൈനിക സാന്നിധ്യം ആവശ്യമായി വരുമെന്നുമാണ് ട്രംപിന്റെ വാദം. ദ്വീപിലെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. വെനസ്വേല പിടിച്ചടക്കിയതും ഇറാനുമായി താരതമ്യം ചെയ്തുകൊണ്ട് ട്രംപ് സൂചിപ്പിച്ചു. ജനുവരിയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവിടുത്തെ എണ്ണ വ്യവസായം അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കാനാണ് US ലക്ഷ്യമിട്ടിരുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിൽ US കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു. ഹോർമൂസ് കടലിടുക്കിന് സമീപം ആക്രമണങ്ങൾ നടത്തുന്നതും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതൊരു പൂർണ്ണതോതിലുള്ള അധിനിവേശമാകില്ല, മറിച്ച് പ്രത്യേക സേനയെയും സാധാരണ സൈന്യത്തെയും ഉൾപ്പെടുത്തിയുള്ള നീക്കങ്ങളാകാനും സാധ്യതയുണ്ട്. ആഗോള ഊർജ്ജപാതകളിലെ ഇറാന്റെ തന്ത്രപരമായ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് US ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ തീരത്ത് നിന്ന് ഏകദേശം 24 കിലോമീറ്റർ അകലെയുള്ള ചെറിയ ദ്വീപാണ് ഖാർഗ്. എങ്കിലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് നിർണായക പങ്ക് വഹിക്കും. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നത് ഈ ദ്വീപാണ്. ഇത് രാജ്യത്തിന്റെ പ്രധാന ഊർജ്ജ കേന്ദ്രമായി ഇത്തരത്തിലാണ് മാറുന്നത്. ദ്വീപിലെ ആഴക്കടൽ സൗകര്യങ്ങൾ വലിയ എണ്ണ ടാങ്കറുകൾക്ക് അടുക്കാനും പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് പൈപ്പ് ലൈനുകൾ വഴി എത്തുന്ന എണ്ണ കയറ്റാനും സഹായിക്കും. ഈ ടാങ്കറുകൾ പിന്നീട് പ്രധാന ആഗോള എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സംഘർഷത്തിലെ ഒരു പ്രധാന സമ്മർദ്ദ കേന്ദ്രമായി ഖാർഗ് ദ്വീപ് വിലയിരുത്തപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനെ നിർബന്ധിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം ദ്വീപ് പിടിച്ചെടുക്കാനോ ഉപരോധിക്കാനോ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. എപ്പോൾ വേണമെങ്കിലും ദ്വീപ് ആക്രമിക്കാനോ നിയന്ത്രണത്തിലാക്കാനോ US സൈന്യത്തിന് ശേഷിയുണ്ട് എന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ്. ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ആഗോള എണ്ണ വിതരണത്തെയും വിപണിയെയും കാര്യമായി ബാധിച്ചേക്കും. ട്രംപിന്റെ രാഷ്ട്രീയ ഭാഷയിൽ സമാധാനം എന്നത് പലപ്പോഴും ശക്തിയുടെ ഭാഷയിലൂടെ നടപ്പാക്കപ്പെടുന്ന ഒരു ലക്ഷ്യമാണ്. ഇറാനെ ചർച്ചാമേശയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഭീഷണി ഉയർത്തുകയും അതേസമയം തന്നെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ ഉറപ്പാക്കുകയും ചെയ്യുക, ഈ ഇരട്ട ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. പ്രത്യേകിച്ച് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നയത്തിൽ കടുപ്പം കാണിക്കുന്നത് വോട്ടർമാരുടെ ഒരു വിഭാഗത്തെ ആകർഷിക്കുന്ന പ്രധാന രാഷ്ട്രീയ തന്ത്രമാണ്. ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ സമാധാന ശ്രമമാണോ അതോ സമ്മർദ്ദം ഉയർത്താനുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തന്ത്രമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഉയർത്തുന്നത്. ഇത്തരത്തിലുള്ള ഇരട്ട സന്ദേശങ്ങൾ വഴി അമേരിക്കയുടെ ആഗോള ആധിപത്യം നിലനിർത്താനും ഒരേ സമയം സ്വന്തം രാഷ്ട്രീയ പടവുകൾ ഉറപ്പിക്കാനും ട്രംപ് ശ്രമിക്കുന്നു എന്നതാണ് ഈ സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യം.